ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ GR Diaries. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തേ ഞാൻ മാത്രമൊന്ന്. അതെ ഗൈസ്, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ആസ് യൂഷ്വൽ എൻ്റെ കൂടെ വരുന്ന എൻ്റെ സ്വന്തം ഭർത്താവ് എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് മുമ്പേക്ക് സോളോ ട്രിപ്പ് പോയേക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിൽ എൻ്റെ സ്വന്തം ചിത്രമാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോസൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് ലൈറ്റ് ഒപ്പിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആക്ച്വലി എന്നോട് കുറച്ച് മാസങ്ങളായിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, റിറ്റി പല്ല് കമ്പി ഇട്ടോ, റിറ്റി അലൈനേഴ്സ് ഇട്ടോ, എന്താ റിറ്റി അലൈനേഴ്സ് ഇടാനുള്ള റീസൺ, അതെന്തിനാ ഇട്ടേ, റിറ്റിയുടെ ഫേസിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ. ഇതിന് എത്ര രൂപയെ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അലൈനേഴ്സ് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ, എന്താ റിറ്റി ഇപ്പോൾ ഇടാനുള്ള റീസൺ എന്താണ്, എന്തിനാണ് അത് ചൂസ് ചെയ്തത്, പല കമ്പി ഇട്ടാൽ പോരായിരുന്നോ, മീൻസ് ബ്രേസസ് ഇട്ടാൽ പോരായിരുന്നോ, എന്തുകൊണ്ട് അലൈനേഴ്സ് ചൂസ് ചെയ്തു, ഇതിട്ടാൽ കഴിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇതിട്ടത്, ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര കട്ടിയല്ലേ, പിന്നെ എത്ര അവേഴ്സ് ഇത് ഇടണം ഡെയിലി, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇതിട്ടാൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ, എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുമോ, ഇത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പം അങ്ങനെ അലൈനേഴ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ്. അതായത് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഇപ്പോൾ കാരണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇത് ഡെയിലി എത്ര നേരം വിയർ ചെയ്യണം, ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ്, നമുക്ക് അഫോർഡബിൾ ആണോ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ, എന്താണ് ബ്രേസസിൽ നിന്ന് അലൈനേഴ്സിനെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണ്. അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നത്, റിറ്റിയുടെ പല്ലിന് എന്തോ ഡിഫറൻസ് ഉണ്ടല്ലോ, റിറ്റി അലൈനേഴ്സ് ഇട്ടിട്ടുണ്ടോ. അതേ കൈസ്, ഞാൻ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വെയർ ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ ചില സമയത്ത് വരാത്തതിൻ്റെ മെയിൻ റീസൺ ഈ സാധനം ഇട്ടേക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഓൺലൈനാണ്. അപ്പം ഞാൻ ഫസ്റ്റ്ലി ഡെൻ്റൽ ക്ലിനിക്കിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്തായാലും എൻ്റെ പല്ല് ത്രികോണേന്ന് തെക്കോട്ടും വടക്കോട്ടും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഇടാനുള്ള മെയിൻ റീസണും അതാണ്. ആക്ച്വലി എനിക്ക് പണ്ട് തൊട്ടേ ചിരിക്കാനുള്ള കോൺഫിഡൻസ് വളരെ കുറവാണ്. ഞാൻ പല്ല് കാണിച്ച് ചിരിക്കില്ല. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോലും ഞാൻ ഫോട്ടോഗ്രാഫർ എന്നോട് പല്ല് കാണിച്ചിരിക്കുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ചേട്ടൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ലയെന്ന് പറയും. അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലായ്മ മാറ്റി എൻ്റെ ഫേസിലേക്ക് ആക്ച്വലി ഇതൊരു പല്ല് ഉന്തിയേക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഫോട്ടോസ് ഒന്നും വലിയ ഡിഫറൻസ് തോന്നാഞ്ഞത്. പക്ഷേ എനിക്ക് ഈ പല്ല് കാണിച്ച് ചിരിക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ട് പണ്ടോട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഇനി തൊട്ട് പല്ല് കാണിച്ച് തന്നെ ചിരിക്കണം. അതാണ് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഈ പൈസ ഇത്ര മുടക്കിയ സ്ഥിതിക്ക് നീ പല്ല് കാണിച്ച് വേണം ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തൊട്ട് ചിരിക്കാമെന്ന്. ഓക്കെ, അപ്പം ഞാൻ അതുകൊണ്ട് ഇനി പല്ല് തൊട്ട് കാണിച്ച് ചിരിക്കണം. അപ്പം നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പം ഞാൻ അതുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയത്. എൻ്റെ പല്ല് ഭയങ്കര നിര തെറ്റിയ പല്ലുകളായിരുന്നു. പിന്നെ എൻ്റെ മേളത്തെ പോർഷൻ കുറച്ച് ഉന്തിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലിനിക്കിൽ പോയത്. അപ്പോൾ അവർ പറഞ്ഞു 2 ഓപ്ഷൻ ഉണ്ട്, കുറേ ഓപ്ഷൻസ് അവർ പറഞ്ഞു. ഒന്നുകിൽ ബ്രേസസ് ഫോളോ ചെയ്യാം, ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് അലൈനേഴ്സ് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞാൻ ബ്രേസസിൽ പോകാം, അലൈനേഴ്സ് കോസ്റ്റ്ലി ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രേസസിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മുടെ പല്ലെ കമ്പി ഇടുന്ന സ്കീമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എൻ്റെ 4 പല്ലെടുക്കണം എന്ന് പറഞ്ഞു. അതായത് മേടത്ത് 2 എണ്ണം, താഴത്തെ 2 എണ്ണം. അതെന്നെ കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യമായിരുന്നു. അതായത് 4 മൂലയ്ക്ക് 4 പല്ലെടുക്കാമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മോന്തയൊക്കെ ഒട്ടി ഒരുമാതിരി അമ്മച്ചന്മാർ ലുക്കാവും. അതെനിക്ക് പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് മുഖത്തിന് ആക്ച്വലി എൻ്റെ ഇപ്പോഴത്തെ മുഖം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് പല്ലെടുത്തിട്ടുള്ള ഒരു കലാപരിപാടി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്തായാലും ബ്രേസസിനും ഏകദേശം നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റലിൻ്റെയൊക്കെ പോലിരിക്കും റേറ്റ് വരുന്നത്. അപ്പം ഞാനെന്നാൽ വിചാരിച്ചു അലൈനേഴ്സിൻ്റെയും കൂടെ ചെക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ അലൈനേഴ്സിൻ്റെയും കൂടെ നോക്കിയിട്ട് അപ്പോൾ അവരെനിക്ക് എൻ്റെ ഒരു 3D സ്കാനൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ കാണിച്ചു തന്നു. എത്ര നാൾ കൊണ്ട് ഇത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തന്നു. അതായത് എൻ്റെ പല്ല് എങ്ങനെ ഇരിക്കുമെന്ന്. ആക്ച്വലി അത് കറക്റ്റ് നേരയിൽ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ എക്സാക്ട് വീഡിയോ അവർ കാണിച്ചു തരും. അതായത് റിസൾട്ട് എന്താണെന്ന് അവർ കാണിച്ചു തരും ആ വീഡിയോയിൽ.
അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ആ ലുക്കിൽ വരണം, അതാണ് ഇവർ കാണിച്ചിരുന്നത്. അപ്പം ആ വീഡിയോയിൽ എൻ്റെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അലൈനേഴ്സിൽ നോക്കാം, എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് രണ്ടും പിന്നെ അലൈനേഴ്സ് ഇടുമ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു പല്ല് പറിക്കണം, അത് താഴത്തെ പല്ലും മതി, മേളത്തെ പല്ല് ഒന്നും പറിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്കൊരു ആശ്വാസമായിരുന്നു. ഈ 4 പല്ല് പറിക്കണം എന്ന് പറഞ്ഞത് ഒരു പല്ലിൽ ഒതുക്കാവുന്നതും വലിയ ഉപകാരമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ 4 പല്ല് എടുക്കുന്നതിൽ നിന്ന് മാറി ചിന്തിച്ച് ഒരു പല്ലിലേക്ക് അങ്ങനെ എത്തി. പിന്നെ എൻ്റെ നെക്സ്റ്റ് ടാസ്ക് കാശ് എന്നുള്ളതായിരുന്നു. അതിലേക്ക് എത്തുന്നതിന് മുന്നേ പിന്നെ നമുക്ക് അവരിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഈ അലൈനേഴ്സ് ഇട്ടത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലൈനേഴ്സ് ഇടുന്ന സമയത്ത് ഇതിപ്പോൾ ഭയങ്കര ട്രാൻസ്പെറൻറ്റാണ്, ഒട്ടും റിഫ്ലക്റ്റ് ചെയ്യില്ല മറ്റുള്ളവർക്ക്, മീൻസ് വിസിബിൾ അല്ല, നമ്മൾ അടുത്ത് വരുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ദൂരെ നിന്ന് അല്ലെങ്കിൽ പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പല്ലയിലൊക്കെ കമ്പി ഇട്ടാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടോ, കമ്പി ഇടാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ലുക്ക് വരും. അപ്പോൾ പണ്ടേ കോൺഫിഡൻസ് ഇല്ലാത്ത ചെയ്യാണ് എൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ പല്ലയിലൂടെ കമ്പി ഇട്ടാൽ പിന്നെ ഞാൻ ഒട്ടുമേ ചിരിക്കാൻ പോകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ട്രാൻസ്പെറൻസി ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒട്ടും വിസിബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും ഒന്നത്. പിന്നെ ഇത് ഒരു ദിവസം നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഊരിയിട്ട് കഴിച്ചിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്നുകൂടി ഇഷ്ടമായ കാര്യം. അതായത് ഞാനാണെങ്കിൽ കണ്ടമാന റീൽസ് എല്ലാം കണ്ടിട്ട് ഈ ഏതൊക്കെ ഫുഡ് സ്പോട്ട് ഉണ്ടോ അവിടെ പോയി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന വ്യക്തിയാണ് ഞാനും എൻ്റെ സ്വന്തം ഭർത്താവും. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ച് കിടക്കുന്ന ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഈ പല്ലേ കമ്പി ഇട്ടാൽ നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ല, കടിച്ച് പറിക്കാൻ പറ്റില്ല, ബീഫ് കഴിക്കാൻ പറ്റില്ല, കടിച്ചാൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറും, പിന്നെ കടികട്ടിയുള്ള മുറുക്കൊക്കെ കടിച്ചാൽ ഈ സുനാപ്പികളൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്, അതായത് നമ്മുടെ പല്ലേ കമ്പി ഇടുമ്പോൾ ആ ബട്ടൺസ് ഇങ്ങനെ വെച്ചിട്ടല്ല കമ്പി ഇടുന്നത്, അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊന്നും ഈ അലൈനേഴ്സിന് പ്രശ്നമല്ല. നമുക്കിങ്ങനെ സാധനം ഊരിയെടുക്കുക, സൈഡിലോട്ട് മാറ്റി വെക്കുക, കഴിക്കുക, വീണ്ടും തള്ളി കയറ്റി എടുക്കുക, ആസ് യൂഷ്വൽ ഇപ്പോൾ നടക്കുക. അപ്പം അത് കേട്ടപ്പോഴും വാവ് സൂപ്പർ, അപ്പം നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അലൈനേഴ്സ് എടുക്കാതെ. പിന്നെ ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഇത് ഒരു ദിവസം എത്ര മണിക്കൂർ ഇടണം. ആക്ച്വലി നമുക്ക് എന്താ പറയണേ, അവർ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത് നമുക്ക് 24 hours ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, ഇട്ടില്ലെങ്കിലും നല്ല, മിനിമം അവർ പറഞ്ഞ 22 hours നമ്മൾ പല്ലിൽ ഇതിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ 2 hours നമുക്ക്, അതായത് ലഞ്ച് ടൈമിലൊക്കെ നമുക്ക് അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് അങ്ങനെ വെച്ചിട്ട് ഫുഡ് വെക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് ഡിലേ വെക്കാൻ പാടില്ല, കാരണം ഇത് നമ്മൾ ഒരു ഫോഴ്സിൽ വെച്ചിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് 24 hours മിനിമം 22 hours നമ്മളിത് ഇട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. നമ്മളിപ്പം 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഉത്തരം പറഞ്ഞില്ലേ. ഓക്കെ, പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഇതിപ്പം എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യണോ, എങ്ങനെ മന്ത്ലി വിസിറ്റ് ആണോ അതോ വീക്ക്ലി ആണോ, ഇങ്ങനെ പൊട്ടിയ പ്രശ്നമുണ്ടോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അവർ ആക്ച്വലി ഇത് നമുക്ക് ഡെൻ്റൽ അലൈനേഴ്സിന് നമുക്ക് ഞാൻ പറഞ്ഞില്ല ആദ്യം സ്കാനിങ് എടുക്കുന്നു. അപ്പോൾ ആ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ പല്ല് ലാസ്റ്റ് എങ്ങനെ വരുമെന്നുണ്ട് നമ്മളൊരു വീഡിയോ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര നാളത്തെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മുടെ പല്ല് ആ ഒരു നോർമൽ പൊസിഷനിലേക്ക് എത്തുന്നതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ നമുക്ക് ഒരു ബോക്സ് ആയിട്ട് നമ്മുടെ ഇങ്ങനെ ട്രേസ് ഇങ്ങനെ അയച്ചു തരും. അതായത് ഇതാണ് എൻ്റെ ഒരു ബോക്സ്. എനിക്ക് ആക്ച്വലി എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ചെക്ക് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് 15 to 20 ട്രേസ് ആണ് വേണ്ടത്, അതായത് അപ്പറും ലോവറും കൂടെ 20 ഇത് വേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അവർ അയച്ചു തരുമെന്ന് പറഞ്ഞു നമ്മുടെ സ്കാനൊക്കെ എടുത്ത് കഴിയുമ്പോൾ. അങ്ങനെ എനിക്ക് വന്നൊരു ഇതുപോലത്തെ 2-3 ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഡെൻ കെയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെയാണ് എനിക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇതിനകത്ത് കുറേ ഉണ്ട്, ഇങ്ങനെ ഓരോ സെറ്റായിട്ട്. അതായത് നമുക്ക് ഏത് സ്റ്റേജൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മേലെ ഇങ്ങനെ പറഞ്ഞു കാണത്തില്ലേ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ 15ാമത്തെ സ്റ്റേജിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ എനിക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഒരു സ്റ്റേജിൽ ഒരു ട്രേ അതായത് ഒരു ട്രേയിൽ നമുക്കിങ്ങനെ 2 സാധനങ്ങൾ വരും. കണ്ടോ, ഇതാണ് സംഭവം. ഇതിൻ്റെ അപ്പറും ലോവറും ഉണ്ടാവും. ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇട്ടാൽ മതി. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇട്ടേക്കുന്നത് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ താഴെയുണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രകാരം എനിക്ക് 10 ദിവസം കൂടുമ്പോഴായിരുന്നു മാറ്റേണ്ടിയിരുന്നത്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇതുപോലത്തെ 15 പാക്കറ്റ് ഉണ്ട്, 15-16 അത്രയും സ്റ്റേജസ് എന്തുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ 10 ദിവസം ഇടണം. അത് കഴിഞ്ഞിട്ട്
ആ സെറ്റ് മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ 11ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ന്യൂ സാധനം ഓപ്പൺ ചെയ്തിട്ട് അത് കയറ്റണം. അതായത് ഇതിൽ ഓൾറെഡി ഒരു കുറച്ച് പോർഷൻ താന്നിട്ടുണ്ടാവും. പിന്നെ ബാക്ക് ടു നെക്സ്റ്റ് സ്റ്റേജിൽ അടുത്ത സെക്ഷനാണ് അങ്ങനെയാണ് കേട്ടോ ഇത് താഴ്ന്നു പോകുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ ഈ സാധനം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞു. അപ്പം ഇനി എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു 1.5 മാസത്തോളം കൂടി ഉണ്ട്. അപ്പോൾ 1.5 മാസം കഴിഞ്ഞ് പല്ല് കടിച്ച് ചിരിച്ച് വരുന്നുണ്ടാവും നിങ്ങളുടെ മുന്നിൽ. അപ്പം പറഞ്ഞു വന്നത്, ഇത് ആക്ച്വലി ഭയങ്കര ട്രാൻസ്പെറൻ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇത്രേ ഉള്ളൂ സംഭവം. ഇതിപ്പോൾ ഞാൻ പല്ലിലോട്ട് കയറ്റി ഇട്ടാൽ അങ്ങനെ ആർക്കും വിസിബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്ക് ഇട്ടിരുന്ന് നമ്മുടെ അവർ ആ അളവെല്ലാം കറക്റ്റ് എടുക്കുന്നതുകൊണ്ട് അവരുടെ ആ ഒരു അത് ആക്ച്വലി ടെക്നോളജി അത്രയും ഡെവലപ്ഡ് ആയെന്ന് തന്നെ പറയണം. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എത്ര നമ്മുടെ പല്ല് താന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അടുത്ത സ്റ്റേജിൻ്റെ നമ്മൾ ബോക്സ് പൊട്ടിക്കുമ്പോൾ നമുക്ക് കയറ്റിയിടാൻ പറ്റുന്നത്. പക്ഷെ അത് കറക്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ 11ാമത്തെ 12ാമത്തെ സ്റ്റേജിലൊന്നും ആണ്. അപ്പോൾ ആ സ്റ്റേജ് ആയപ്പോഴേക്കും എൻ്റെ കറക്റ്റ് താഴുന്നുണ്ട്, എല്ലാം സെറ്റായി വരുന്നുണ്ട്. പിന്നെ ആദ്യം നമുക്ക് തുടക്കം, അതായത് ഫസ്റ്റ് ഓരോ സ്റ്റേജിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഇത് പുതിയത് കയറ്റി ഇടുമ്പം ഒരു ഭയങ്കര ടൈറ്റ്നെസ് ഉണ്ടാവും. അപ്പം ഞാൻ യൂഷ്വലി എപ്പോഴും നൈറ്റാണ് ഉണ്ടാകാറ്. നൈറ്റ് കിടന്നാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വരെ ഉറങ്ങുവാണല്ലോ. അപ്പോൾ അധികം വേദനയൊന്നും അനുഭവിക്കേണ്ട പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് വേദനയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു തരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് കയറ്റി ഇടുമ്പോൾ ഉള്ള ഒരു മുറുക്ക ഫീലിംഗ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അത് സെറ്റാണ്. പിന്നെ ബ്രഷ് ചെയ്യാൻ നേരം ആസ് യൂഷ്വൽ നമ്മൾ ഊരി വെക്കും, പിന്നെ കഴിച്ചിട്ടായിരിക്കും കയറ്റി ഇടുക. അപ്പോൾ നമ്മൾ മിനിമം 22 hours ഇത് വെയർ ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആയിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അധികം നേരം മാക്സിമം 23 hours ഒക്കെ തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം കഴിച്ച് കഴിഞ്ഞ പാടെ തന്നെ ഞാൻ തിരിച്ച് കയറ്റി വെക്കും. അങ്ങനെ ഒരുപാട് അവേഴ്സ് ഇത് മാറ്റി വെക്കില്ല. പിന്നെ ആദ്യമൊക്കെ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു. കാരണം ആദ്യം എൻ്റെ ഒരു പല്ലെടുത്തിട്ടാണ് അത് അടുത്ത പോർഷനിൽ എൻ്റെ ഒരു പല്ലെടുക്കണമായിരുന്നു. അപ്പോൾ ആ പല്ലെടുത്തിട്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എനിക്ക് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണ്. ആ സമയത്ത് പിന്നെ എനിക്ക് പല്ല് കാണിച്ചിരിക്കാത്തതുകൊണ്ട് അവരങ്ങനെ അറിയത്തുമില്ല. എന്നാലും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അവർ കാണും എൻ്റെ ഒരു പല്ലില്ലല്ലോ, ആ ഒരു ഇവിടെ ഒരു പോർഷനിലായിട്ടാണ് അവർ പല്ലെടുത്തത്. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്തായാലും പക്ഷേ ആ പല്ലെടുത്ത പോർഷൻ വരെ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ അത് കറക്റ്റ് ലെവലായിട്ടുണ്ട്. എൻ്റെ താഴത്തെ പല്ലുകളെല്ലാം ആ ത്രികോണ തീർത്ത പല്ലുകളൊക്കെ ഇപ്പം നേരെയായിട്ടുണ്ട്. അപ്പം ഈ സാധനത്തിൻ്റെ മെയിൻ ബെനിഫിറ്റ് ആണ് കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ നമുക്ക് ഭയങ്കര കംഫോർട്ടാണ്. എനിക്ക് ബ്രേസസിൽ നിന്ന് അലൈനേഴ്സിന് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. അതായത് മറ്റേത് നമുക്ക് ചിരിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. പിന്നെ നമുക്ക് എത്രത്തോളം എല്ലാം കഴിക്കാൻ പറ്റില്ല, കംഫോർട്ട് തീരെ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണേലും ഇത് ഊരി വെച്ചിട്ട് കഴിക്കാം. നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. ഇടയ്ക്കിടയ്ക്ക് പിന്നെ മെയിൻ തിങ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഒരു സെറ്റ്, അതായത് ഒരു ഇതുപോലെ 3-4 ബോക്സ് തന്ന് ആദ്യത്തെ വിസിറ്റിന് തന്ന് വിട്ടാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വിസിറ്റ് എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. മന്ത്ലി ചെക്കപ്പ് വേണ്ട, വീക്ക്ലി ചെക്കപ്പ് വേണ്ട. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഇതിനെന്തെങ്കിലും പൊട്ടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഈ പൊട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പോയാലും ഇത് പൊട്ടും. അല്ല, ഇത് ഇട്ടിട്ട് നമുക്ക് കേക്ക്, ലഡു അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാം കേട്ടോ. ഞാൻ അതൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഒരുപാട് കട്ടിയുള്ള സാധനമൊന്നും ഇട്ട് കഴിക്കില്ല. കാരണം അങ്ങനെ കഴിച്ചാൽ ചിലപ്പോൾ ഇത് പൊട്ടും. അതുകൊണ്ട് ആ റിസ്കിന് ഞാൻ ഏറ്റെടുക്കാൻ നിൽക്കാറില്ല. പിന്നെ കേക്കൊക്കെ ഞാൻ ഇതിട്ട് തന്നെ കഴിക്കാം. പിന്നെ കൂടുതലും ഞാൻ ഇതിട്ട് കഴിക്കാണ്ടിരിക്കാനും ശ്രമിക്കും. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്തോടൊക്കെ കയറിയിരിക്കും. പിന്നെ അത് നമുക്ക് വാഷ് ചെയ്യാൻ ഭയങ്കര ഊരിയിട്ട് വേണം വാഷ് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും ഇട്ടുകൊണ്ട് കഴിക്കുന്ന ഒഴിവാക്കും. പിന്നെ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫീസിൽ, കാരണം സ്നാക്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവർ കഴിക്കുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ സ്ഥിരമായി അവർ കഴിക്കും, ഞാൻ നോക്കിയിരിക്കും. പിന്നെ നമുക്ക് കാരണം ഇത് പോയിട്ട് ഊരിയിട്ട് കഴിക്കണമല്ലോ അങ്ങനെ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി എന്നോട് ചോദിച്ച കാര്യം ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടൈം ആണോ എന്നാണ്. അത് ആക്ച്വലി ഓരോരുത്തരുടെ പല്ലിൻ്റെ പോലെ ഇരിക്കും കേട്ടോ. എൻ്റെ പല്ല് അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാത്തത് കൊണ്ടാണ് ഒരു 6 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് അവസാനിക്കുന്നത്. പിന്നെ വലിയ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ട്രേസസിൻ്റെ, അതായത് ഈ സെറ്റ് ഓഫ് സ്റ്റേജിൻ്റെ എണ്ണം കൂടും. അപ്പം ടൈമോ ഡെഫിനറ്റ്ലി അതും കൂടും. അങ്ങനെയൊക്കെ വരും. പിന്നെ ഈ 10 ദിവസം ഗ്യാപ്പിൽ മാറേണ്ട, ചിലപ്പോൾ 15 ദിവസം ഇട്ടതിനായിരിക്കും അടുത്ത സ്റ്റേജിൻ്റെ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ എൻ്റെ 10 ദിവസം കൂടുമ്പോഴായിരുന്നു ഇത് മാറ്റേണ്ടത്. അപ്പം അതായിരുന്നു അങ്ങനെ. ഇപ്പം എനിക്ക് ഒരു 1.5 മാസം കൊണ്ട് ഈ സാധനം കഴിയും. പിന്നെ ഞാൻ എവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതായിരുന്നു കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് ചോദിച്ച കാര്യം. ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമോ
അങ്ങനെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് പറയാം, എന്നാൽ നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റുമെന്ന് പറയാം. കാരണം ബ്രേസസ് തന്നെ നല്ല മെറ്റൽ നമ്മൾ ചൂസ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു 45 to 50 റേഞ്ച് വരും. അപ്പോൾ ഞാൻ അലൈനേഴ്സിനെ ചോദിച്ചപ്പോൾ അവർ സ്റ്റാർട്ടിങ് പറയുന്നത് 45 to എബോവ് ആണ്. പിന്നെ ബാക്കി നമ്മുടെ പല്ലിൻ്റെ ബേസ് ചെയ്തിട്ടിരിക്കും റേറ്റ് വരുന്നത്. നമുക്ക് പല്ലിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അലൈനേഴ്സിന് അധികം റേറ്റ് വരത്തില്ല. അതായത് ഈ ട്രെയിൻ്റെ, അതായത് ഈ സെറ്റ് ഓഫ് സാധനത്തിൻ്റെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇവർ തരുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ EMI ഫെസിലിറ്റി അവർ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. കാരണം ഒറ്റയടിക്ക് എമൗണ്ട് കൊടുക്കാനില്ലാത്തവർ അതിനനുസരിച്ചിട്ട് എമൗണ്ട് പേ ചെയ്താൽ മതിയാവും. അത് നമുക്ക് എത്ര മന്ത്ലി പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര എണ്ണം വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ 6 months മതിയെങ്കിൽ അങ്ങനെ, 1 year ആണെങ്കിൽ അങ്ങനെ. അതായത് നമ്മളെ കംഫോർട്ട് ആക്കിക്കൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം അടുപ്പിച്ചൊരു 1 ആയിട്ടുണ്ട്. അപ്പം കാരണം എനിക്ക് ഇത്രയും 15 ട്രേസ് വേണ്ടി വന്നു, അതുകൊണ്ട് ഒരു 1 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പല്ലിനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരിക. അത് നമുക്ക് EMIയിലൂടെ, ഞാൻ പറഞ്ഞില്ല, EMIയിലൂടെ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹാഫ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഹാഫ് പേയ്മെൻറ്റ് EMIയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഈ ബ്രേസസ് ആണെങ്കിലും അത്രയും, പിന്നെ ബ്രേസസ് എന്നോട് പറഞ്ഞത് 4 കൊല്ലം ഇടണം, 2.5 വർഷം ഇടണം എന്നാണ്. 4 പല്ലെടുക്കുകയും വേണം, 2.5 വർഷം ഇടുകയും വേണം. ഇതാണെങ്കിൽ 7 മാസം കൊണ്ട് പരിപാടി അവസാനിപ്പിക്കും. പിന്നെ ആസ് യൂഷ്വൽ പോലെ എനിക്ക് നടക്കുകയും ചെയ്യാം, ഒരു പല്ല് എടുത്താലും മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി മെയിനായിട്ട് അലൈനേഴ്സിലേക്ക് തിരിയാനുള്ള റീസൺ. അപ്പോൾ പിന്നെ എന്നോട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, എവിടെ നിന്നാണ് ഞാൻ ചെയ്തത്, ട്രീറ്റ്മെൻറ്റ് എവിടെ നിന്നാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്. നമുക്ക് സ്മൈൽ കൊച്ചി എന്ന് പറഞ്ഞൊരു ഡെൻ്റൽ ക്ലിനിക് ഉണ്ട് കൊച്ചിയിൽ. നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇൻസ്റ്റയിൽ പേജൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ട്രീറ്റ്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ത്രൂ ആണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് എന്തൊരു ആവശ്യം വന്ന് നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ അവർ റിപ്ലൈ തരും. പിന്നെ ഫോളോ അപ്പ് അവർ എടുക്കുന്നുണ്ട്. എന്താ, എങ്ങനെ, ഈ പെയിൻ ഉണ്ടോ, കംഫോർട്ടാണോ, ഓക്കെ ആണെന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അവരുടെ ട്രീറ്റ്മെൻറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ. ഇങ്ങനെ 1.5 മാസം കൊണ്ട് കഴിയുമ്പം എൻ്റെ ഫൈനൽ വീഡിയോസായിട്ട്, അത് ഞാൻ ചിരിക്കുന്ന ഫോട്ടോ ആയിട്ട് ഞാൻ വീട്ടിൽ വരുന്നതായിരിക്കും. അപ്പോഴേക്കും എൻ്റെ പല്ല് ഏകദേശം സെറ്റാവും. ഇപ്പോഴും ഞാൻ ചിരിക്കുന്നുണ്ട്, പല്ലൊക്കെ കാണിച്ചത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പണ്ടത്തെ എൻ്റെ ആ ഒരു പല്ല് കാണിക്കാത്ത കോൺഫിഡൻസിൽ നിന്ന് പല്ല് കാണിച്ച് ചിരിക്കുന്ന റിറ്റിയിലേക്കുള്ള ദൂരം ഇനി ഒരു 1.5 മാസം കൂടെ ഉള്ളൂ എന്നാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ ആഗ്രഹവും അതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട്, പിന്നെ നമ്മുടെ ഡീറ്റെയിൽ സെക്ഷനായിരുന്നു അലൈനേഴ്സിനെ പറ്റി. അപ്പം മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. ചിലപ്പോൾ അതൊരു യൂസ്ഫുൾ വീഡിയോ ആവാം ഇതുപോലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഞാനൊരു ആ സെക്ഷനിൽ വെക്കാം. അതല്ല, ഇനി ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇതിൻ്റെ റിപ്ലൈ തരാം. പിന്നെ ആഫ്റ്റർ 1.5 months ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും എൻ്റെ ചിരിച്ച പല്ലുകളുമായിട്ട്. അല്ലെങ്കിൽ ഞാൻ പല്ല് കാണിച്ച് ചിരിക്കുന്ന മോന്തയായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഒരു കുഞ്ഞു യൂട്യൂബ് ഫാമിലിയാണ്. നമുക്ക് വലുതാക്കണം. അമ്മേ അയ്യോ, അപ്പോൾ ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോസ് കുറേ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും എൻ്റർടൈനിങ് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും.